ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എ ബി ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു കുഞ്ഞു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായ കൂടി നിന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പുതിയൊരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ കൂട്ടുകാരായി മാറാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ നമ്മുടെ ഈ ചാനൽ കൂടുതലായിട്ട് സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എൻ്റെ വർക്കിൻ്റെ ഡേ ഇൻ മൈ ലൈഫും ഇതൊക്കെയാണ് പിന്നീട് ഉണ്ടാവുക. ഇന്നിപ്പോൾ സ്റ്റിച്ചിങ് കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉള്ളൊരു ദിവസമല്ലായിരുന്നു, ഉണ്ട് എങ്കിലും ചെയ്തിട്ടുള്ള ഒരു ദിവസമല്ല. അപ്പം നമ്മൾ രാവിലെ തന്നെ നമ്മുടെ അടുക്കളയിലെ പണികൾ എന്നും ഇങ്ങനെ അടുക്കളയിലെ പണികൾ കാണിച്ച് വ്ളോഗ് എടുക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും കണ്ട് ബോറടിക്കുമല്ലോ. പക്ഷേ നമ്മൾ ടൈലറിങ് സ്റ്റിച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെയും നിങ്ങൾക്ക് ഒരു എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും മാറ്റി നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നത് അതിലായിരിക്കും. ഓക്കെ, എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുഞ്ഞു വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പിന്നെയും വരുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ തീർച്ചയായിട്ടും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് താഴെ കൊടുക്കുക. അപ്പോൾ നമുക്കതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുമെങ്കിൽ നമുക്ക് വരുത്താം കേട്ടോ. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ്. അപ്പോൾ മാവ് നമ്മൾ വീട്ടിൽ അരച്ച് വയ്ക്കുന്ന മാവ് ഇന്ന് ഇത്തിരി പാത്രം ചെറുതായി പോയി, നന്നായി വീർത്ത് വരാറുണ്ട്. അപ്പോൾ കുറച്ചധികം വീർത്ത് പോയി. ഇഡ്ഡലി തട്ടി കൊടുത്താലാണ് അതിൽ എയർ പോകാണ്ടിരിക്കുള്ളൂ കേട്ടോ. കാരണം അത് ഒരു ടൈറ്റ് ഇല്ല, അതുകൊണ്ട് എയർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലിയുടെ ഉള്ളാകെ ആവിയുടെ വെള്ളം വീണിട്ട് അത് നന്നായിരിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അന്ന് ഞാനൊരു കത്തിയുടെ ഒരു ബാക്ക് ഭാഗത്തുകൊണ്ടൊന്ന് തട്ടി കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് മാവ് ഇത്രയ്ക്ക് വീർത്ത് വന്ന ആ ഒരു ഫ്ലഫി ആയിട്ടുള്ള ഭാഗം എനിക്ക് കളയാനത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അത് ഒരുവിധമൊക്കെ ഞാൻ വടിച്ചങ്ങോട്ട് എടുത്തു. ഇത് ഞാൻ മിക്കപ്പോഴും ഈ ഒരു വൈപ്പർ എന്നല്ല പറയാം, ഞാൻ വൈപ്പർ എന്ന് പറയാറ്, അത് ഇങ്ങനെ വെക്കാറുണ്ട്. നമ്മൾ എന്ത് പോയാലും അപ്പം തന്നെ അത് ആ ഒരു സിമ്മിൻ്റെ അടുത്ത് അത് അങ്ങോട്ട് ആക്കിയിട്ട് കഴിഞ്ഞാൽ നീറ്റായിട്ടിരിക്കും കേട്ടോ. അല്ലാതെ ഡീപ്പ് ക്ലീനിങ് ഒന്നും ഞാൻ ചെയ്യാറേ ഇല്ല. നമ്മൾ സ്ഥിരമായിട്ട് പെരുമാറുന്ന സ്ഥലങ്ങൾ മുഴുവൻ, അതായത് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ചില ഭാഗങ്ങളായിരിക്കും നമ്മളെപ്പോഴും ഉപയോഗിക്കുക. പിന്നെ ഗ്യാസിൻ്റെ ഒരു ഭാഗം അത് നമ്മൾ ഇങ്ങനെ വൈപ്പർ വെച്ചൊന്ന് വടിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ സിങ്കിലേക്കായിട്ട് അതൊന്നും വടിച്ചിട്ട് കളഞ്ഞ് എടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഈ നാളികേരം വെള്ളം കുടിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഒരിക്കലും കളയാറില്ല, വേറെ ആർക്കും കൊടുക്കാറില്ല. ഞാൻ തന്നെ കുടിക്കും. അങ്ങനെ നമ്മൾ ഒരു ചട്നിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, ഈ കഴിഞ്ഞ ഞായറാഴ്ചയിലെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാനത് കുറേ വീഡിയോസായി ഞാൻ എടുത്തിട്ട് എന്താ പറയുക, അതിൻ്റെ കുറേ കുറവുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് ശരിയായിട്ടില്ല, ഇത് ബോറിംഗ് ആണെന്നൊക്കെ തോന്നിയിട്ട് ഫുൾ ഡേ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് കുറേ ഞാൻ വ്ളോഗുകൾ എടുത്ത് കളഞ്ഞു കേട്ടോ. കാരണം നമുക്കത് വെച്ചിരിക്കാൻ പറ്റില്ല. കാരണം പിന്നെ ഒരുപാട് അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ ഡിലീറ്റ് ചെയ്ത് കളയാം. 5 മണിക്കൂർ വീട്ടിൽ 1 മണിക്കൂർ വരയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 5 മണിക്കൂറൊക്കെ ഉണ്ട്, നമുക്ക് തന്നെ മടുക്കും. പിന്നെ അതിൽ അങ്ങനെ എടുത്തതിൽ കുറേ എന്താ പറയുക അപാകതകളൊക്കെ തോന്നിയിട്ട് കുറേ വീഡിയോസായി ഞാൻ കളയുന്നു കേട്ടോ. പക്ഷേ എനിക്കിത് ചെയ്യണം. നമുക്ക് മുന്നൊരു ചാനലുണ്ടായിരുന്നു, അതിന് കുറച്ച് വിശേഷമൊക്കെ നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ട വന്നു. നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെയും എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹം നിന്നതുകൊണ്ട് പിന്നെയും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വിട്ടുപോകാത്തൊരാഗ്രഹം പോലെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. വ്ളോഗ് ചെയ്യണം, നമ്മൾ സ്റ്റിച്ചിങ് കാര്യങ്ങൾ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഒന്ന് വ്ളോഗ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ നിന്നുകൊണ്ട് നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ്, പിന്നെയും കുറേ നാളുകളായി നമ്മുടെ ചാനൽ കളഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇഡ്ഡലിയും ചട്നിയാണ്. ഇന്ന് പള്ളിയിൽ പോകണം. ഞാൻ ഉച്ച തിരിഞ്ഞിട്ടാണ് പോകുന്നത്. ചേട്ടനൊക്കെ പള്ളിയിലേക്ക് പോയിട്ടിരിക്കുകയാണ്. കാറ്റീസ് ഇല്ലാത്തതുകൊണ്ട് മക്കളൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം ഒരു 8 മണി സമയമൊക്കെ ആയിട്ടുണ്ട്. പള്ളിയിൽ പോയിട്ട് വന്നിട്ടില്ല. സമയം 9:40 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ മക്കൾ കിടക്കുന്ന കിടപ്പ് 9:40 ഇവർക്ക് എന്താ പറയുക, നട്ടപ്പാതയ്ക്ക് ഇറങ്ങുന്ന പോലെയാണ്. ഈ ഒരു നിലയ്ക്കാണ് അവിടെ തങ്കട്ടോ. ഞങ്ങളൊരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്നിടത്താവില്ല, പിന്നെ എടുക്കട്ടെ അവരമേത്ത് കിടക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും മുട്ടാൻ പാടില്ല. പിന്നെ ഒരാളുടെ പുറത്തും തലയിലൊക്കെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ആഴ്ചയിലൊരു ദിവസമാണ് ഞാൻ എൻ്റെ പ്ലാന്റ് അകത്തൊരു 3-4 എണ്ണം വെച്ചിട്ടുണ്ട്. വെറുതെ ഇഷ്ടമാണ് എനിക്ക്, കുറച്ചായിട്ട് ചെയ്ത് കൊണ്ടുവരണം. നമുക്കിവിടെ ഭയങ്കര ഉഷ്ണ മേഖലയാണ്, ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ചെടികളൊന്നും വെക്കാൻ പറ്റില്ല. കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് വെക്കാം കേട്ടോ.
പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ ഒരു 3.5 വർഷത്തോളമായി നമ്മുടെ വീട് പണിത് കഴിഞ്ഞിട്ട്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറേ പോരായ്മകളുണ്ട്. പക്ഷേ നമുക്ക് അതിനിടയിൽ മറ്റുള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ടും പിന്നെ ഓരോരുത്തരെ നമ്മളുടെ സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടിരിക്കാൻ കേട്ടോ. എന്നാൽ എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ അവിടെ ഇവിടെയൊക്കെ 2-3 ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നൊയമ്പാണ്. നൊയമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ വലിയ നൊയമ്പാണല്ലോ. നൊയമ്പെടുത്തിട്ടുണ്ട്, എല്ലാവരും നൊയമ്പാണ്. മക്കൾക്കൊന്നും നൊയമ്പ് ബാധകമല്ല. കോളിഫ്ലവർ വറുത്തിട്ട് ചിക്കൻ കറി വയ്ക്കുന്ന പോലെ വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സിമ്പിളാണ് സംഭവം. മറ്റേത് എന്നും മീൻകറി വയ്ക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, അത്രത്തോളം പണിയൊന്നും ഇപ്പം ഇല്ല കേട്ടോ. ഒരുപാട് കറികളൊന്നും വെക്കില്ല എന്ത് വെച്ചാലും. അപ്പോൾ നമ്മൾ വളരെ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് കോളിഫ്ലവർ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പാറോ അല്ലെങ്കിൽ പയറുമുതിര അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. കൂട്ടത്തിലൊരു ചമ്മന്തിയും പപ്പടം അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയായി. അപ്പോൾ ചേട്ടന് നൊയമ്പായതുകൊണ്ട് കട്ടനാണ്. ബാക്കി ഞങ്ങൾ 3 പേരും പാലിനൊന്നും നൊയമ്പെടുത്തിട്ടില്ല. പാലിനും മുട്ടയ്ക്കും നൊയമ്പില്ല. ചേട്ടന് കട്ട നൊയമ്പാണ്, അതുകൊണ്ട് കട്ടൻ ചായ ഇനി കുടിക്കുള്ളൂ. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അതിന് ശേഷമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, നല്ല തിളച്ച വെള്ളത്തിലോട്ട് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളത് കോളിഫ്ലവർ കഷ്ണമാക്കി പറിച്ചെടുത്തിട്ട് അതിലിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് അടിക്കാൻ പോയത്. ഫുഡ് അടിച്ച് വന്നതിന് ശേഷം അതിൽ പുഴുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ നല്ല തിളച്ച വെള്ളത്തിലാണ് ഇട്ട് വയ്ക്കുന്നത് കേട്ടോ. തിളപ്പിക്കണമെങ്കിൽ തിളപ്പിക്കാം, തിളച്ച വെള്ളത്തിലിട്ട് വയ്ക്കണമെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ട് വയ്ക്കാം. അങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം നല്ല മഴ ഒന്ന് കഴുകിയെടുക്കുകയാണേ. അതാണ് കോൺഫ്ലവറിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഈ കഴുകി കൊണ്ടുവന്ന കോളിഫ്ലവറിന് നമ്മൾ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ കുറച്ചും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. മൈദ ഉണ്ടെങ്കിൽ ഇടായിരുന്നു, മൈദ ഉണ്ടായിരുന്നില്ല, കുറച്ച് വേണമെങ്കിൽ ഇടായിരുന്നു. വാക്കുമ്പോൾ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് കോളിഫ്ലവറിന് ഞാൻ വേറെ ഒന്നും ചേർക്കണില്ല. ഓൾറെഡി ഒരു മഞ്ഞൾപ്പൊടി ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കറി വയ്ക്കുമ്പോൾ ബാക്കിയുള്ള പൊടികളൊക്കെ ഇടാമെന്ന് വിചാരിച്ച് വെറുതെ ഒരു തിക്നെസ് ഇങ്ങനെ വറുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ട്, വേറൊരു ടേസ്റ്റ്. അപ്പോൾ നമ്മൾ അതൊന്ന് വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് ഉരുളയും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക, മൾട്ടി ടാസ്കിങ് തന്നെയാണ് ചെയ്യാറുള്ളത്. ഒരെണ്ണം കഴിഞ്ഞിട്ട് ഒരെണ്ണം ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ സമയമാവാറുണ്ട്. അപ്പോൾ പിന്നെ ഓരോന്നോരോന്നായിട്ട് ചെയ്യുമ്പോഴത്തെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ അപ്പോൾ നമ്മൾ ഗ്രേവിക്കുള്ള സബോളയും സാധാരണ വേപ്പിൻ്റെ ഇല നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടാവാറുണ്ട്. വേപ്പിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഓരോ ബാച്ചായിട്ട് ഓയിൽ തന്നെയാണ് വറുത്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കറി വയ്ക്കുന്നത് മറ്റേ വെളിച്ചെണ്ണയിലാണ് കേട്ടോ. നമ്മൾ സബോള, പച്ചമുളക് നമ്മൾ സാധാരണ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നും സ്പെഷ്യലായിട്ടൊന്നുമില്ല കേട്ടോ. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തീ കുറച്ചിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ വലിയ ബർണറായിരുന്നു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത് ചെയ്ത് വന്നപ്പോഴാണ് ഗരം മസാല ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം പോയി ചെറിയ ജാറിൽ പൊടിച്ചെടുത്തതാണേ. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സാക്കി തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അപ്പുറത്ത് ഞാനൊരു എന്താ പറയുക, ഒരു പാത്രത്തിൽ ചൂടുവെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ അടുപ്പിലാണ് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അറക്കാപ്പൊടി ഇടിച്ചിട്ട് പുറത്ത് വയ്ക്കുകയാണ് സാധാരണ എല്ലാ ദിവസവും ചെയ്യാറ്. ഞായറാഴ്ച മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ അടുപ്പിൽ ചോറ് വയ്ക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളത് ഊറ്റി കാസറോളിലേക്ക് ആക്കിയിട്ട് 2 കാസറോളിലേക്ക് ആക്കി വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ തിളച്ച ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാനവിടെ അതിൻ്റെ ഇടയിൽ ചോറ് കഴുകിയിട്ട് തിളപ്പിച്ചൂറ്റാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. തലേ ദിവസത്തെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ചോറ്, അത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തതാണ് ഗ്രേവി ആക്കിയിട്ട്. തക്കാളി കുടഞ്ഞതിന് ശേഷം ഞാൻ ഒരുവിധം എന്താ പറയുക, നല്ല മുരിഞ്ഞ പീസൊക്കെ ഞാൻ തന്നെ നിന്ന് തിന്നൂട്ട്. എനിക്കിങ്ങനെ കഴിക്കാൻ വളരെ ഇഷ്ടമാണ്.
എൻ്റെ മോൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കറി വെക്കേണ്ട വരില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉറങ്ങായിരുന്നതുകൊണ്ട് സോറി ഈ ഒരു ടൈമിൽ ഉറങ്ങല്ല, ഇവിടെ ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പെട്ടെന്ന് പറഞ്ഞപ്പോൾ തെറ്റിയതാണ്, അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അവരകത്ത് കളിക്കാൻ. അത് ഒരു നമ്മൾ എല്ലാവരും എൻ്റെ ഫുഡ് അടിക്കുന്ന സമയത്തൊക്കെ അവർ വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുരുമുളക് പൊടിയും ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടി എടുത്ത് കുറച്ചും കൂടിയും ഗ്രേവി ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി വെള്ളം ഒരു തുണ്ട് കൂടി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ 2ാം ട്രിപ്പാണത്. ഇഡ്ഡലി വന്ന് വാങ്ങി പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ചോറ് ജസ്റ്റ് ഒന്ന് കയ്യിലും കൊണ്ടുകൊണ്ട് ഊറ്റി അങ്ങോട്ട് ഇടാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് നോക്കി നിൽക്കുന്നത് ആ മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എന്തെങ്കിലും വെച്ചിട്ടാണ്, ഒന്നല്ലെങ്കിൽ വല്ല സിനിമയുടെ എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്യൂബിൽ തന്നെ എന്തെങ്കിലും വെച്ചിട്ടാണ് ഞാനിവിടെ എന്തെങ്കിലും ചെയ്യാറ്. അപ്പോൾ അതിൽ മിക്കതും വ്ളോഗുകളായിരിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ഡെയിലി വ്ളോഗ്സ് കാണാനായിട്ട്. അതായത് നമ്മുടെ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നവരും ചെറിയ രീതിയിൽ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നവരും അങ്ങനെ ഒരുപാട് സ്റ്റിച്ചിങ് വ്ളോഗ്സ് കാണാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അവരുടെ ഡെയിലി വ്ളോഗ്സ് കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഗാർഡനിങ് അങ്ങനെ വ്ളോഗ് ചെയ്തിട്ട്, അതായത് നമ്മളെ പോലെ തന്നെ എൻ്റെ പോലെ തന്നെ ഇതുപോലെ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് വീഡിയോസ് ഇട്ട് 1, 2, 3 വർഷം കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ഇട്ട് അവരുടെ ഇൻകംസ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഈ അടുത്ത ഒരു വ്ളോഗ് വെച്ചപ്പോൾ അതിൽ അവർക്ക് ഫസ്റ്റ് യൂട്യൂബ് ഇത് വന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര നമുക്കൊരു ഇൻസ്പിറേഷനാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അതിൻ്റെയൊക്കെ ബേസിലാണ് ഒട്ടും ഫോട്ടോ ഫേസ് ഇല്ലാത്ത, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത, സ്റ്റേജ് ഫിയർ ഉള്ള, ഷൈനസ് ഉള്ള ഞാൻ ഒരു ചാനൽ ഓൾറെഡി തുടങ്ങി കുറച്ച് വളരെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നില്ല. അതിന് താഴെ 300, 400 അതിൻ്റെ ആ ഒരു റേഞ്ചിലായിരുന്നു. ആ ഒരു ടൈമിൽ വ്യൂസ് ഒരു 10,000 ഒരു വീഡിയോയിലേക്കൊക്കെ പോയിട്ടുണ്ട്. അന്ന് ഷോർട്സ് ഒന്നേ ഇടാറില്ല, അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ ഷോർട്സ് അധികം അങ്ങനെ ഉണ്ടായിരുന്നില്ല, അതും വേണം. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ ഇത്രയും ഇൻസ്പിറേഷൻ മൂത്ത് ചെയ്തിട്ടുള്ള ഒരു ചാനലായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഫാമിലിയിലും അതുപോലെ തന്നെ യൂട്യൂബിൻ്റെയും കുറച്ച് നമുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ചാനലിൻ്റെ ഒക്കെ ശരിയല്ലായിരുന്നു, കറക്റ്റ് അല്ലായിരുന്നു നമ്മൾ ചെയ്ത രീതികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഡിലീറ്റ് ചെയ്തിട്ട് കുറേ നാൾ നമ്മളതിനെ പിന്നെ നോക്കിയില്ല. ഇപ്പോൾ വീണ്ടും നമ്മൾ പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് കേട്ടോ. ഇപ്പോഴും ഇതേ ഒരു ക്യാരക്ടർ തന്നെയാണ് എൻ്റെ. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോരുത്തരും നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഓക്കെ, നമ്മൾ ആരും ശല്യം ചെയ്യുന്നില്ല, മാന്യതയില്ലാതെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാം. അത്രയും ഈ 2 കാര്യങ്ങളൊക്കെയാണ്. മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടില്ല, നമ്മൾ ചെയ്യുന്നതിൽ യാതൊരു വക എന്താ പറയുക വൃത്തികേടും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലേ. കണ്ടൻറ്റ് നമുക്ക് തീരുമാനിക്കാം, നമുക്ക് ചാനൽ തുടങ്ങാം, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബിസിനസ്സുകൾ ചെയ്യാം. ഞാനും പല കാര്യങ്ങളും പിന്നീടായിട്ടൊക്കെ ചെയ്ത് പല കാര്യങ്ങളല്ല 1-2 കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാറുണ്ട്, ചെയ്ത് നോക്കിയിട്ടുണ്ട്, നിർത്തിയിട്ടുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെയുണ്ട്. അത് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മളൊന്നിലും അങ്ങോട്ട് ക്ലിക്കാവുക. അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഞാനെൻ്റെ ചാനലും തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഫുഡ് അടിച്ച് നമ്മൾ ഇപ്പോൾ സമയം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. 6 മണിക്കാണ് നമുക്കിവിടെ 3ാമത്തെ വൈകിട്ട് കുർബാന ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളുടെ ക്രിക്കറ്റിൻ്റെ വേൾഡ് കപ്പ് ഫൈനലാണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് അതിൻ്റെ TV-യുടെ ഉള്ളിൽ തന്നെയാണ്. ഇത് നമ്മളുടെ റൂമാണ്, റൂമിൻ്റെ ഉള്ളിൽ ഒരു TV ഉണ്ട് കേട്ടോ. ഹാളിൽ ഉണ്ട്, നമ്മുടെ പഴയ വീട്ടിൻ്റെ ഉണ്ടായിരുന്ന TV നമ്മൾ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് കാർട്ടൂൺ വെക്കലാണ് ഇവിടെ മെയിനായിട്ട് നടക്കാറ്. പിന്നെ വെക്കുന്നത് ക്രിക്കറ്റായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് അവരവിടെ ഇരുന്ന് കാണുന്നുണ്ട്. കൂടുതൽ പിള്ളേർ നമ്മുടെ ചുറ്റിപ്പറ്റി തന്നെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. സൺഡേ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അപ്പേനെ കിട്ടുന്ന വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. സൺഡേ മാത്രമാണ് കളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കാറുള്ളത്. ഇന്നിപ്പോൾ ക്രിക്കറ്റ് ഉള്ളതുകൊണ്ട് ശ്രദ്ധ മുഴുവൻ അവിടെ ആയിരിക്കും. അവിടെ നിന്നൊരു പൊടി അനങ്ങില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്ത്യ ജയിച്ചിട്ടുണ്ടായിരുന്നു. ക്രിക്കറ്റ് ഫാൻസ്, ഞാനൊരു ക്രിക്കറ്റ് ഫാനല്ല എങ്കിലും നല്ലൊരു അഭിമാനമുള്ളൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ കേൾക്കുമ്പോൾ. അപ്പോൾ നമ്മളത് കുർബാനയ്ക്കൊക്കെ പോയി വന്നതിന് ശേഷമുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 7 മണിയാകുമ്പോൾ കുർബാന കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ 7:10 ആകുമ്പോൾ എത്തും. 1 മണിക്കൂറാണ് ഉണ്ടാവുക വൈകിട്ടത്തൊരു കുർബാന. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ഉണ്ട്, ഗ്രേവി ഉണ്ട്, അതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പൊടി എന്താ പറയുക
അതങ്ങനെ ഇരുന്ന് ഒന്ന് കുറുകി വരുമല്ലോ. അപ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ട് ഞാൻ കുറച്ച്, എനിക്കും മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് മോരും കുമ്പളങ്ങയും കാച്ചിയ കറി എന്ന് പറയുന്നത്. മോരും കുമ്പളങ്ങയും കാച്ചിയതെന്നാണ് നമ്മളിവിടെയൊക്കെ പറയുക മോര് കറി. അതിൽ കുമ്പളങ്ങ ഇട്ടിട്ട് കേട്ടോ, നാളികേരം അരച്ച് പച്ചമുളകും കൂടിയിട്ട് അരച്ചിട്ട് അരപ്പ് അതിൽ ചേർത്ത് തിളപ്പിച്ച് ലാസ്റ്റ് കുറച്ച് തൈരെടുത്ത് അടിച്ചൊഴിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചൊഴിച്ചിട്ട് കടുകാക്കി ഒഴിക്കണം കറിയാണ്. വീട്ടിൽ ഇത്തിരി ലൂസായിപ്പോയി, എനിക്കൊരു തിക്കായിട്ടാണ് എനിക്കിഷ്ടം കേട്ടോ, നല്ല മാതിരി തിക്കായിട്ടുള്ളതാണ് ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചു. അത് ഞാനും മോളും വാരി നക്കി കുടിക്കുകയും അത്രയ്ക്ക് ഇഷ്ടമാണ്. പിറ്റേ ദിവസം കുറച്ചുണ്ടായിരുന്നു, അതും ഞങ്ങൾ തന്നെയാണ് തീർത്തത്. അങ്ങനെ നമുക്ക് പിറ്റേ ദിവസം പൊന്നൂന് ക്ലാസ്സിലൊരു സ്കിറ്റിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക, മരക്കൊമ്പ് പെയിൻ്റ് അടിച്ച് റെഡ് കളർ പെയിൻ്റ് അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അടിക്കാനിരുന്നു. അപ്പോൾ പൊന്നും വന്നു. പിന്നെ അങ്ങനെ ഞങ്ങളിരുന്ന് കുറച്ച് നേരമൊക്കെ അടിച്ച് അത് അവസാനിപ്പിച്ച്. കുഞ്ഞൊരു കൊമ്പാണേ. ഇത്ര വിശേഷങ്ങൾ ഇന്ന് ഉണ്ടായിട്ടുള്ളൂ. സൺഡേ വ്ളോഗായിരുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു ദിവസം നന്നായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. സ്റ്റിച്ചിങ്ങിൻ്റെ വ്ളോഗും പർച്ചേസിങ്ങിന് പോകുമ്പോഴുള്ള വ്ളോഗും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. ടാറ്റാ.